ശ്രീകണ്ഠാപുരം നിടിയങ്ങ സ്വാമിമഠം സ്വാമി സമാധി ദിനാഘോഷത്തിന്റെയും ശ്രീമദ് ഭാഗവത സപ്തായജ്ഞത്തിന്റെയും ഭാഗമായി 5-ാം ദിവസം രുക്മിണി സ്വയംവരം ഘോഷയാത്രയും രുക്മിണി സ്വയംവരവും നടന്നു. നിടിയങ്ങ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് സ്വാമിമഠത്തിൽ എത്തിച്ചേർന്നു. സപ്താഹയജ്ഞത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. മാർച്ച് 4-ന് സ്വാമി സമാധി ദിനത്തിൽ 108 തേങ്ങയുടെ മഹാഗണപതി ഹോമവും സ്വാമി സമാധി മന്ദിരത്തിൽ നിന്ന് ആരംഭിക്കുന്ന താലപ്പൊലിയും രാത്രി 9 മണിക്ക് മെഗാ തിരുവാതിരയും നടക്കും. സമാപന ദിവസമായ മാർച്ച് 5-ന് പുലർച്ചെ 3 മണിക്ക് സ്വാമി സമാധി മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും കർപ്പൂര ആരാധനയും പായസദാനവും നടക്കും. കൃഷ്ണന്റെ ആ കല്യാണ കഥ, ശിശുപാലാദികളെയൊക്കെ തോൽപ്പിച്ചിട്ട് ഭഗവാൻ രുക്മിണിയെ സ്വന്തമാക്കിയ കഥ, അത് കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞത്. എത്ര കേട്ടാലും മതിവരാത്ത കൃഷ്ണന്റെ കഥകൾ. ബ്രഹ്മൻ കൃഷ്ണകഥ പുണ്യ മാധ്വീർ ലോകമലാപഹ കോന തൃപ്യേത ശൃണ്വാന സുതജ്ഞോ നിത്യനൂതനാഹ. എന്താ കൃഷ്ണകഥയുടെ പ്രത്യേകത? നിത്യനൂതനാഹ അല്ലേ? ഇവിടെ തന്നെ ഇപ്പൊ 18-ാമത്തെയോ 19-ാമത്തെയോ സപ്താഹമാണ് നടക്കുന്നത്. ചുറ്റുമുള്ള അമ്പലങ്ങളിലെല്ലാം ഇവിടെ സപ്താഹം തുടങ്ങിയതിന് ശേഷം പല ക്ഷേത്രങ്ങളിലും സപ്താഹം തുടങ്ങി അല്ലേ?